എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായും നല്ല ടേസ്റ്റ് ഉണ്ട്. കറി പോലും വേണ്ടാതെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പഞ്ഞിയപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യമേ നമുക്ക് അതിനായിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിലിടണം. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പച്ചരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള പച്ചരിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷൻ പച്ചരിയും എടുക്കാവുന്നതാണ്. ഈ അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിർത്താൻ വെച്ച് കൊടുക്കാം. ഒരു 3 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചരി ഇവിടെ കുതിർത്താൻ വെച്ചിട്ട് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പച്ചരി അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. നമുക്ക് ഒറ്റത്തവണ കൊണ്ട് തന്നെ ഇത് അരച്ചെടുക്കാൻ സാധിക്കും. പച്ചരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 കപ്പ് അളവിൽ തിരുമിയ നാളികേരം ചേർക്കുക. 1/2 കപ്പ് അളവിൽ തന്നെ ചോറ് ചേർക്കുക. 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുക. നല്ല മധുരമൊക്കെ വേണമെങ്കിൽ 2 സ്പൂൺ അളവിൽ ചേർക്കാവുന്നത്. അരച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് നമ്മൾ അരച്ചെടുക്കരുത്. ഇനി മിക്സി മൂടി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ട് നമുക്കൊരു 13 അപ്പം തയ്യാറാക്കി എടുക്കാനുള്ള മാവ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മെമ്പേഴ്സ് ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അരി എടുത്താൽ മതിയാകും. അരി എടുക്കുമ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിനാണോ അളന്നെടുക്കുന്നത് അതിൻ്റെ അരപാത്രം ആണ് ഇതിലേക്ക് ചേർക്കേണ്ട നാളികേരവും ചോറും. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 1/2 കപ്പോളം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം. വെള്ളം ഇപ്പോൾ നല്ല പോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി വെട്ടി തിളയ്ക്കുന്ന വെള്ളം അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി പെട്ടെന്ന് തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് വെന്തു പോവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ചളവിൽ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എങ്കിൽ തന്നെയും നമുക്ക് ഒരു പിഞ്ചളവിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തി കിട്ടുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാം. ഇതൊന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ആ ഒരു ചൂടുവെള്ളം ഒഴിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. മാവ് കലക്കിയാൽ ഉടൻ തന്നെ അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നല്ലോണം മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ മാവൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച മാവ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴും മാവ് ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒന്നുകൂടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി അപ്പം തയ്യാറാക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിവിടെ അയൺ പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ അയൺ പാൻ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനും എടുക്കാവുന്നതാണ്. പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം ഒന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഓരോ തവി മാവും പാനിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. താഴെ ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. താഴെ ഭാഗവും മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാനിൽ നിന്നും അപ്പം എടുത്ത് മാറ്റാം. വളരെ സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ അപ്പം വേവിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പവും വേവിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ അപ്പവും ഇവിടെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. താഴെ ഭാഗവും മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. മൂന്നാമതും നമുക്ക് ഇതുപോലെ തന്നെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ വേവായി വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൂടെ കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. 2 വശവും നല്ലോണം തന്നെ മുരിഞ്ഞു വന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്നും അപ്പം എടുത്ത് മാറ്റാം. അങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പങ്ങളും ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ അപ്പങ്ങളും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂട്ട് കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.